ഗായ്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മിനിമലിസ്റ്റിൻ്റെ വിറ്റാമിൻ C0 ആണ്. സ്കിൻ കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഉൾപ്പെടുത്താവുന്ന ഒരു സിറം തന്നെയാണ് വിറ്റാമിൻ C0 എന്നത്. വിറ്റാമിൻ C ആൻറ്റി ഓക്സിഡൻറ്റ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൊളാജൻ നമ്മുടെ സ്കിന്നിനെ എപ്പോഴും യങ്ങായി നിലനിർത്താനും അതുപോലെ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാനും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അകറ്റാനും പിന്നെ സൺ ടാൻ റിമൂവ് ചെയ്യാനും സ്കിന്നിനൊരു ഗ്ലോ ലഭിക്കാനും ഒക്കെ നമ്മൾ വിറ്റാമിൻ C0 യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യേണ്ടത് നൈറ്റ് ടൈമിലാണ്. നൈറ്റ് ടൈമിൽ നമ്മൾ മുഖം നന്നായി കഴുകി വൃത്തിയാക്കി ഇതിന് ശേഷം 2 ഡ്രോപ്പ് വിറ്റാമിൻ C സിറം ഫേസിൽ അപ്ലൈ ചെയ്ത് അത് അബ്സോർബ് ചെയ്യുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ പെർസെൻറ്റേജ് കുറഞ്ഞ വിറ്റാമിൻ C0 യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഇത് സ്റ്റോർ ചെയ്യേണ്ടത് അധികം സൺലൈറ്റിൽ ലഭിക്കാത്ത സ്ഥലത്തായിരിക്കണം. ആൻഡ് അതുപോലെ തന്നെ മാക്സിമം ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. വിറ്റാമിൻ C നാച്ചുറലായിട്ട് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതുപോലെയുള്ള സിറം വഴിയോ അല്ലെങ്കിൽ നമുക്ക് വിറ്റാമിൻ C അടങ്ങിയ ഫുഡ് ഐറ്റംസ് യൂസ് ചെയ്താലും നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടും. അതുപോലെ തന്നെ സ്കിന്ന് ഡള്ളാവാതെ നല്ല ബ്രൈറ്റായിട്ടിരിക്കാനും വിറ്റാമിൻ C സഹായിക്കും. അതുപോലെ തന്നെ എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനും ശ്രദ്ധിക്കണം. ആൻഡ് നമുക്ക് എന്തെങ്കിലും ആക്റ്റീവായിട്ടുള്ള ആക്നി ഉള്ള സമയത്താണെങ്കിൽ വിറ്റാമിൻ C ഒഴിവാക്കാനായിട്ട് നോക്കണം. പിന്നെ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ഡെയിലി ഫസ്റ്റ് തന്നെ തേക്കാതിരിക്കുക. ഒരു 1 വീക്ക് ഗ്യാപ്പ് ഇട്ട് തേക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്ത് തുടങ്ങേണ്ടത്. ആൻഡ് മിനിമലിസ്റ്റ് കൂടാതെ വേറെയും സൺസ്ക്രീൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആൻഡ് എനിക്കതിൽ വേറെ നല്ലതായി തോന്നിയിട്ടുള്ളത് ഇതിൻ്റെയാണ്.